നമസ്കാരം കുട്ടികളെ, ലേൺ ആൻഡ് തിങ്ക് മോറിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് +2 മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് കണ്ണാടി കാൺമോളവും എന്നത്. ഈ പാഠഭാഗം പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ പാഠത്തിൻ്റെ പശ്ചാത്തലം, വരി അർത്ഥം, ആശയം, പ്രധാന സന്ദേശം കൂടാതെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും വളരെ ലളിതമായി പഠിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. തുടങ്ങാം. കണ്ണാടി നമ്മുടെ മുഖം കാണിച്ചു തരുന്നതാണ്. എന്നാൽ നമ്മുടെ മനസ്സ് കാണിച്ചു തരുന്ന കണ്ണാടി ഏതാണ്? ഈ ചോദ്യത്തിനുള്ള മനോഹരമായ ഉത്തരമാണ് ഇന്നത്തെ പാഠം കണ്ണാടി കാൺമോളവും. ആദ്യം നമുക്ക് പാഠസന്ദർഭം നോക്കാം. ഗാന്ധർവ വിധി പ്രകാരം തന്നെ വിവാഹം ചെയ്ത ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തള പുത്രനോടൊപ്പം എത്തിച്ചേരുന്നു. ദുഷ്യന്തൻ ശകുന്തളയുമായുള്ള പൂർവ്വബന്ധം മറന്നുപോയതിനാൽ അവളെ കെട്ടവളെന്ന് കരുതി ആക്ഷേപിക്കുന്നു. ആത്മാഭിമാനത്തിനു മുറിവേറ്റ ശകുന്തള തന്റെ വ്യക്തിത്വം നിലനിർത്താൻ നടത്തുന്ന ശ്രമമാണ് കാവ്യഭാഗത്തുള്ളത്. ഗാന്ധർവ വിധിപ്രകാരം തന്നെ വിവാഹം ചെയ്ത ദുഷ്യന്തന്റെ അടുക്കലേക്ക് മകനുമൊത്ത് വരുന്ന ശകുന്തളയെ മറന്നുപോയ ദുഷ്യന്തൻ അവളെ കെട്ടവളെന്ന് കരുതി അപമാനിക്കുകയാണ്. അത് സഹിക്കാൻ വയ്യാതെ അവളുടെ വ്യക്തിത്വം നിലനിർത്താൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളാണ് ഈ പാഠഭാഗത്ത് ഉള്ളത്. വരികൾ നോക്കാം. ധാർഷ്ട്യം എത്രയും പാരമുണ്ട് നാരികൾക്ക് എന്ന് കേട്ടു കേളിയേയുള്ളൂ, കണ്ടിട്ടില്ലേവം മുന്നം. കുലടയായ നീ വന്ന് എന്നോട് കുലീനയെ നല സാലാപം ചെയ്തത് അഖില മലമലം. സുവർണമണി മുക്താഭരണ വസ്ത്രാദികളു വന്നു തരുവാൻ ഞാൻ നിനക്ക് വേണ്ടുവോളം. ദുഷ്യന്തന്റെ അഹങ്കാരവും ധാർഷ്ട്യവുമാണ് ഈ വരികളിൽ ചിത്രീകരിക്കുന്നത്. അദ്ദേഹം എന്താണ് പറയുന്നത്? സ്ത്രീകൾക്ക് ധാർഷ്ട്യം കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നുവെന്നും ഇപ്പോഴാണ് അത് അനുഭവിക്കുന്നതെന്നും അയാൾ പറയുന്നു. പിന്നീട് ദുഷ്യന്തൻ ശകുന്തളയെ കുലട എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. താനോ കുലീനനാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് സ്വർണം, രത്നങ്ങൾ, മുത്തുകൾ, ആഭരണങ്ങൾ, വിലയേറിയ വസ്ത്രങ്ങൾ എന്നിവ ഇഷ്ടം പോലെ നൽകാമെന്ന് പറഞ്ഞ് സമ്പത്തിന്റെ പ്രലോഭനം കൊണ്ട് അവളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പിന്നെ നീ നിനക്കൊത്ത ദിക്കിന് പൊയ്ക്കൊള്ളണം, നിന്നിനി കാലം കളഞ്ഞിടായ വെറുതെ നീ പോകില നാരി പോലെ നീ പരഭൃതയല്ലോ, പോക വൈകാതെ നിന്നെ കാണുകയിൽ ഇച്ഛയില്ല. എന്താണ് പിന്നീട് ദുഷ്യന്തൻ പറയുന്നത്? നീ നിനക്ക് ചേരുന്ന സ്ഥലത്തേക്ക് ഉടൻ തന്നെ പൊയ്ക്കൊള്ളുക. എൻ്റെ സമയം നീ വെറുതെ എന്ത് ചെയ്യരുത്, കളയരുത്. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന പരഭൃതയായ കാക്കയെ പോലെയാണ് നീ. അതുകൊണ്ട് നിന്നെ കാണാൻ പോലും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക, വൈകാതെ ഇവിടെ നിന്ന് മാറിപ്പോവുക എന്ന് ദുഷ്യന്തൻ ശകുന്തളയോട് പറയുന്നു. ഈ വരികളിലൂടെ സ്വാഭിമാനം, ആത്മാഭിമാനം, സ്വന്തം അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയം എന്നിവയാണ് കവി അവതരിപ്പിക്കുന്നത്. അന്യരുടെ അവകാശങ്ങൾ കയ്യേറാനുള്ള പ്രവണതയെ ശക്തമായി വിമർശിക്കുകയും സ്വന്തം വ്യക്തിത്വം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ കവി. സുന്ദരി ശകുന്തള പിന്നെയും മുര ചെയ്താൻ നിന്ദാവാണികൾ കേട്ടു മന്ദാക്ഷഭാവത്തോടും. കടുകിൻ മണി മാത്രം ഉള്ളോരോ പരദോഷമുടനെ കാണുന്നു നീ, നിന്നുടെ ദോഷം പിന്നെ കണ്ടാലും ഗജമാത്രം കാണുന്നില്ലേതോ. മധു പണ്ഡിതന്മാർക്കു പോലും ഉള്ളൊരു ശീലമത്രേ. ഈ വരികളിൽ ശകുന്തള ദുഷ്യന്തനോട് ശാന്തമായെങ്കിലും ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി പറയുകയാണ്. മറ്റുള്ളവരുടെ ചെറിയ കുറ്റങ്ങൾ പോലും ഉടൻ കണ്ടെത്തുന്ന മനുഷ്യൻ സ്വന്തം വലിയ കുറ്റങ്ങൾ കാണാതെ പോകുന്നവരാണെന്ന് അവൾ ചൂണ്ടിക്കാട്ടുന്നു. കടുകുമണിയോളം ചെറിയ അന്യരുടെ ദോഷം കാണുന്നവർ ആനയോളം വലിയ സ്വന്തം ദോഷം കാണുന്നില്ല എന്ന ഉപമയിലൂടെ മനുഷ്യന്റെ സ്വഭാവ വൈകല്യത്തെ കവി അവതരിപ്പിക്കുന്നു. ഇത് പണ്ഡിതന്മാർക്ക് പോലും സംഭവിക്കുന്ന ഒരു സാധാരണ പ്രവണതയാണെന്നും ശകുന്തള പറയുന്നു. മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് മുമ്പ് സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ ശ്രമിക്കണമെന്ന ഉന്നതമായ ജീവിത പാഠമാണ് ഈ വരികളിലൂടെ കവി നൽകുന്നത്. എന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം, മഞ്ഞിടത്തെങ്കിൽ എന്നി നിനക്കു ചരിക്കാമോ. ധൈര്യത്തോടുകൂടി തന്നെ ദുഷ്യന്തന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയാണ് ശകുന്തള. എന്താണ് പിന്നീട് പറഞ്ഞത്? നിന്റെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് എൻ്റെ ജന്മം, അതിനാൽ എന്നെ നിന്ദിക്കാൻ നിനക്ക് യാതൊരു അവകാശവുമില്ല എന്ന അവളുടെ ഉറച്ച നിലപാട് അവൾ വ്യക്തമാക്കുകയാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് സ്വന്തം തെറ്റുകൾ തിരിച്ചറിയണമെന്നും ആരെയും ജന്മത്തിന്റെ പേരിൽ അവഹേളിക്കരുതെന്നും ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏതിനിയിലും പുനരന്തരീക്ഷത്തെങ്കിലും ഭേദമെന്നിയെ നടന്നിടാം ഇന്നെനിക്കിടു, ഭേദവും നമ്മിലെത്ര പാരമുണ്ടോർക്കും നേരം ചേതസി വിചാരിക്ക ഭൂപതി തിലകമേ. എന്താണ് ശകുന്തള പറയുന്നത്? ശകുന്തളയുടെ മഹത്വവും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുകയാണ്.
എനിക്ക് ഭൂമിയിലും ആകാശത്തിലും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയും. നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണെന്ന് ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കൂ രാജശ്രേഷ്ഠനെ എന്നാണ് ഇവിടെ ശകുന്തള പറയുന്നത്. തൻ്റെ ജന്മമഹിമയിലും വ്യക്തിത്വത്തിലും ഉറച്ച വിശ്വാസമുള്ള ശകുന്തള രാജാവിൻ്റെ അധികാരത്തെയോ സ്ഥാനത്തെയോ ഭയപ്പെടാതെ സത്യം തുറന്നു പറയുന്നു. നേരുവും കടുകുമുള്ള അന്തരമുണ്ട് തമ്മിൽ, സാരജ്ഞനല്ലൊട്ടു മോർത്തോളം ധാത്രീശ ഭവാൻ. കണ്ണാടി കൺമോളവും തന്നെ മുഖമേറ്റ നന്നെന്നു നിരൂപിക്കും എത്രയും വിരൂപന്മാർ. ഇവിടെ എന്താണ് ശകുന്തള പറയുന്നത്? നമ്മൾ തമ്മിലുള്ള വ്യത്യാസം മേരുപർവ്വതവും കടുകുമണിയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് എന്നതാണ്. എന്നാൽ ആ വ്യത്യാസം മനസ്സിലാക്കാനുള്ള വിവേകം നിനക്കില്ല എന്ന് അവൾ ദുഷ്യന്തനോട് പറയുകയാണ്. സ്വന്തം മുഖം വിരൂപമായാലും കണ്ണാടിയിൽ നോക്കി താൻ സുന്ദരനാണെന്ന് കരുതുന്ന ആളുകളെ പോലെയാണ് നീയും. അതുപോലെ സ്വന്തം കുറവുകൾ തിരിച്ചറിയാതെ സ്വയം വലിയവനാണെന്ന് ധരിക്കുന്നവരുടെ അജ്ഞതയെയാണ് കവി ഇവിടെ വിമർശിക്കുന്നത്. സ്വന്തം കഴിവുകളും പരിമിതികളും തിരിച്ചറിയാനുള്ള വിവേകം മനുഷ്യനുണ്ടാകണം. ആത്മപരിശോധന ഇല്ലാത്തവർ സ്വന്തം കുറവുകൾ കാണാതെ തെറ്റായ ധാരണകളിൽ ജീവിക്കുമെന്ന് കവി ഈ വരികളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും, മുറ്റും തന്നെ കുറ്റമെന്നറിയുകയുമില്ല. കുറ്റമില്ലാത്ത ജനം കുറ്റമുള്ളവരെയും ചെറ്റു നിന്ദിക്കയില്ല നമ്മുടെ ഗുണങ്ങളാൽ. മത്തേപം പാംസുസ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ, നിത്യവും സ്വച്ഛജലം തന്നിലെ കുളിച്ചാലും. ഈ വരികളിലൂടെ കവി മനുഷ്യരുടെ ഒരു പൊതു സ്വഭാവത്തെ വിമർശിക്കുകയാണ്. പലരും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തുകയും സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാതിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥ സദ്ഗുണമുള്ളവർ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, അവർക്ക് കുറ്റങ്ങൾ ഉണ്ടായാലും അവരെ ഒരിക്കലും നിന്ദിക്കാറില്ല. അവരുടെ മഹത്തായ സ്വഭാവം അവരെ സഹിഷ്ണുതയുള്ളവരാക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തമാക്കാൻ കവി ഒരു ഉദാഹരണം നൽകുകയാണ്. ആനയുടെ ഉദാഹരണമാണ് നൽകുന്നത് അല്ലേ. ശുദ്ധജലത്തിൽ ദിവസവും കുളിച്ചാലും ആന എന്ത് ചെയ്യുന്നു? പിന്നീടും മണ്ണ് വാരിയിട്ട് സന്തോഷിക്കുന്നു. അതുപോലെയാണ് ചിലർ നല്ല ഉപദേശങ്ങളും നല്ല സാഹചര്യങ്ങളും ലഭിച്ചിട്ടും സ്വന്തം തെറ്റായ സ്വഭാവം ഉപേക്ഷിക്കാതെ അതിൽ തന്നെയാണ് അവർ സന്തോഷിക്കുന്നത്. അത് ആനയോടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. മത്തേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയാണ്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായില്ലേ പറഞ്ഞ ഭാഗം? സജ്ജന നിന്ദ കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ, സജ്ജനത്തിനു നിന്ദയില്ല ദുർജനത്തെയും. സത്യധർമാതി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. ഇവിടെ എന്താണ് പറയുന്നത് നോക്കിയേ. ദുർജനന്മാർ എന്ത് ചെയ്യുന്നു? നല്ലവരായ സജ്ജനരെ നിന്ദിക്കുന്നതിനാണ് സന്തോഷം കണ്ടെത്തുന്നത്. എന്നാൽ സജ്ജനന്മാർ ദുർജനന്മാരെ പോലും നിന്ദിക്കാറില്ല. അവരുടെ മഹത്തായ സ്വഭാവം അവരെ ക്ഷമയും സഹിഷ്ണുതയും ഉള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സത്യവും ധർമ്മവും ഉപേക്ഷിച്ച മനുഷ്യനെ ക്രുദ്ധനായ ഒരു സർപ്പത്തേക്കാൾ ഭയപ്പെടേണ്ടതാണെന്നും കവി ഇവിടെ പറയുകയാണ്. കാരണം ധാർമ്മികതയില്ലാത്ത മനുഷ്യൻ സമൂഹത്തിന് വലിയ ദോഷം ചെയ്യാൻ സാധ്യതയുള്ളവരാണ്. എന്താണ് പറഞ്ഞത്? സജ്ജനങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ നിന്ദിക്കുകയില്ല. സത്യവും ധർമ്മവും ജീവിതത്തിന് അടിസ്ഥാനമാക്കി ജീവിക്കണം. അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ട മനുഷ്യൻ സമൂഹത്തിന് ഏറ്റവും അപകടകരമായിരിക്കുമെന്ന സന്ദേശം കൂടെ ഈ വരികളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. മൂർഖനാം അവനോട് പണ്ഡിതൻ ശുഭാശുഭം ആഖ്യാനം ചെയ്താൽ മൂർഖൻ അശുഭം ഗ്രഹിച്ചിടും. നല്ലനായി ഇരിപ്പവൻ നല്ലതു ഗ്രഹിച്ചിടും, വെള്ളത്തെ വെടിഞ്ഞു പാലന്നം എന്നതുപോലെ. ഈ വരികളിലൂടെ കവി മനുഷ്യരുടെ സ്വഭാവത്തിനനുസരിച്ചാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. പണ്ഡിതൻ നല്ലതും ചീത്തയും വിശദമായി പറഞ്ഞു കൊടുത്താലും മൂഢർ അതിൽ നിന്ന് നല്ലത് സ്വീകരിക്കാതെ ചീത്ത മാത്രമേ ഗ്രഹിക്കൂ. എന്നാൽ നല്ല സ്വഭാവമുള്ളവർ എപ്പോഴും നല്ലതു തന്നെ സ്വീകരിക്കും. ഇവിടെ ഇത് വ്യക്തമാക്കാൻ കവി ഹംസത്തിന്റെ ഉദാഹരണം നൽകുന്നു. ഹംസം പാലും വെള്ളവും ചേർന്നാൽ വെള്ളം ഉപേക്ഷിച്ച് പാൽ മാത്രം സ്വീകരിക്കുമെന്നാണ് സങ്കല്പം. അതുപോലെ സജ്ജനർ നല്ലതിനെ മാത്രം സ്വീകരിക്കുകയുള്ളൂ. അയാളുടെ സ്വഭാവമാണ് അവൻ സ്വീകരിക്കുന്ന ചിന്തകളെയും പ്രവൃത്തികളെയും നിർണ്ണയിക്കുന്നത്. നല്ല മനസ്സുള്ളവർ എപ്പോഴും നന്മ സ്വീകരിക്കും. മൂഢന്മാർ നല്ല ഉപദേശം ലഭിച്ചാലും അതിൻ്റെ മൂല്യം തിരിച്ചറിയില്ല എന്നിവിടെ വ്യക്തമാക്കുന്നു. എന്നെല്ലാം ശകുന്തള പറഞ്ഞോരനന്തരം വിണ്ണിൽ നിന്ന് അശരീരി തന്നെ വാക്യം കേട്ടു. ഭരിച്ചുകൊള്ളുക തവ പുത്രനെ വൈകാതെ നീ, സുരസ്ത്രീ സമയായ കൗശികപുത്രിയോടും. ശകുന്തള ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് ഒരു അശരീരി വാണി മുഴങ്ങി. അതിൽ രാജാവിനോട് ഈ കുട്ടിയെ നിന്റെ മകനായി വൈകാതെ സ്വീകരിക്കണം. കൗശിക മഹർഷിയുടെ പുത്രിയായ ശകുന്തളയെ ദേവസ്ത്രീക്ക് തുല്യമായ ബഹുമാനത്തോടെ അംഗീകരിച്ച് അവളോടൊപ്പം ജീവിക്കണം എന്ന ദൈവികമായ നിർദ്ദേശം നൽകുന്നു. ഇവിടെ എന്താണ് ആകാശത്തു നിന്ന് കേൾക്കുന്ന അശരീരി എന്ന് പറയുന്നത്? ഭരതനെ സ്വന്തം മകനായി സ്വീകരിക്കാനും ശകുന്തളയെ ഭാര്യയായി അംഗീകരിക്കാനും
ദുഷ്യന്തനോട് ദൈവം നിർദ്ദേശിക്കുന്നതാണ് ഈ വരികളുടെ ആശയം എന്ന് പറയുന്നത്. ഭരതൻ എന്ന നാമം അതിനാലന്നു വാനോർ ധരണീപതിയോട് ചൊന്നത് കേട്ട മൂലം കല്യാണഘോഷത്തോടും കൈക്കൊണ്ട് ശകുന്തള വല്ലഭനോടും കൂടി സന്തോഷം പ്രാപിച്ചപ്പോൾ. ഈ വരികളിൽ ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും പുത്രന് ഭരതൻ എന്ന പേര് നൽകിയ സംഭവമാണ് വിവരിക്കുന്നത്. ദേവന്മാർ ആകാശത്തിൽ നിന്ന് ഈ പേര് രാജാവായ ദുഷ്യന്തനോട് അറിയിക്കുകയാണ്. ആ ദൈവികമായ നിർദ്ദേശം സന്തോഷത്തോടെ സ്വീകരിച്ച് ദുഷ്യന്തൻ ശകുന്തളയോടൊപ്പം വലിയ ആഘോഷത്തോടെ മകന്റെ നാമകരണം നടത്തുന്നു. ഇതിലൂടെ ഇരുവരുടെയും ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയുന്നു. ദേവന്മാർ നൽകിയ നിർദ്ദേശപ്രകാരം ദുഷ്യന്തനും ശകുന്തളയും തങ്ങളുടെ മകന് ഭരതൻ എന്ന് പേര് നൽകി സന്തോഷപൂർവ്വം നാമകരണം നടത്തി. പിന്നീട് അവർ ഒരുമിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഈ സന്ദർഭം. ഈ കവിതയുടെ ആശയമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഓരോ വരികളുടെയും ആശയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്നെ അറിയിക്കുക. കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.